അസ്സലാമു അലൈക്കും. ഉമ്മ, എന്താണ് ഇവിടെ? ഒരു സൗര്യം സമാധാനം ഈ വീട്ടിലില്ലെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാ. ഈ നരകം വിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നും. അത്രയ്ക്കും ഭ്രാന്തി പിടിക്കുന്നുണ്ട് എനിക്ക്. നിസാമിനോടും ഹംസയോടുമുള്ള ദേഷ്യത്തിൽ ഇഷാം നബീസുമയുടെ നേരെ അട്ടഹസിച്ചു. ആ അലർച്ചയിൽ അകം മുഴുവനും ഒരു നിമിഷം നിശബ്ദമായെങ്കിലും ഹംസ പുച്ഛത്തോടെ അവനെ ഒന്ന് നോക്കി. ലിബ പേടിച്ചു വിറച്ച് കതകിൻ്റെ പുറകിലേക്ക് പതുങ്ങി. ഭ്രാന്തി പിടിച്ചെങ്കിലേ നീ വല്ല ഭ്രാന്താശുപത്രിയിലും പോയി കിടക്ക്. ഹംസ എപ്പോഴത്തെ പോലെയും ഇഷാമിനെ പുച്ഛിച്ചു. അയാൾ തൻ്റെ ഭർത്താവിനെ പറഞ്ഞത് ഒട്ടും പിടിക്കാതെ പല്ലെറുമ്പിക്കൊണ്ട് മുന്നോട്ട് വന്ന ബാനുവിൻ്റെ കയ്യിൽ ഇഷാം പിടിച്ചു നിർത്തി. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ബാപ്പയാണ് അയാളെന്ന ഓർമ്മയിൽ അവളെ കണ്ണുകൊണ്ട് വിലക്കിയവൻ. നിങ്ങളൊരു കുറ്റം കെട്ട മോനും കൂടെ ഒരു പാവം പെണ്ണിൻ്റെ ജീവിതവും തച്ചുടച്ചു. മനസ്സോടെയെങ്കിലും അതിന് കൂട്ടുനിന്നവളാണ് ഞാനും. ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാനേ ഞാൻ സമ്മതിക്കൂല, നബീസമ്മ തീർത്ത് പറഞ്ഞു. അതിന് എൻ്റെ സമ്മതം ആർക്കു വേണടി നായിൻ്റെ മോളെ? നിസാം എൻ്റെ മകനാണെങ്കിലേ നിശ്ചയിച്ച ദിവസം അവൻ്റെ നിക്കാഹ് നടത്തും. ഈ ഹംസ നടത്തും. എന്നെ എതിർക്കുന്നവരെ ഇവിടെ നിൽക്കണമെന്നോ ഈ വിവാഹത്തിൽ പങ്കെടുക്കണമെന്നോ എനിക്കൊരു നിർബന്ധമില്ല. എടങ്കോലിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ വിവാഹം മുടക്കി കളയാമെന്ന് വല്ല വ്യാമോഹം ഉണ്ടെങ്കിലേ തള്ളനെയും മോനെയും പച്ചക്ക് കത്തിച്ചു കളയാനും ഈ ഹംസ മടിക്കില്ല. ആരൊക്കെ പങ്കെടുത്താലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മോൻ്റെ വിവാഹം നടത്തും. താല്പര്യമില്ലാത്തവർക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാം. ഇതെൻ്റെ വീടാണ്. അയാൾ യാതൊരു ദയയും കൂടാതെ പറഞ്ഞതും ഇഷാം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. നിർവികാരതയോടെ നിൽക്കുന്ന ഉമ്മയെ കണ്ടതും അവൻ്റെ ഉള്ളിലൊരു നോവ് തിങ്ങി വന്നു. ഓഹോ, അല്ലെങ്കിൽ ഈ തരികത്തിൽ തുടരാൻ ഞാൻ എൻ്റെ ഭർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ വൃത്തികെട്ട തറവാട്ടിൽ നിന്ന് പടിയിറങ്ങുന്നതിൽ ഞങ്ങൾക്കൊരു സങ്കടമില്ല. ബാനുവാണ് അയാൾക്കുള്ള മറുപടി കൊടുത്തത്. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി അവൾ കാത്തിരിക്കുകയായിരുന്നല്ലോ. ഇഷാമിനെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകാൻ വീണ് കിട്ടിയൊരു അവസരമാണ്. ഡി, എൻ്റെ തറവാടിന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അണപ്പല്ല് ഞാൻ തല്ലിക്കൊയ്ക്കും. ഹംസ ബാനുവിന് നേരെ വിറഞ്ഞു കയറി. പിന്നെ ഇത്ര അരിശം കൊള്ളാൻ മാത്രം പേര് കേട്ട തറവാടാണല്ലോ നിങ്ങളുടെ. ചീത്തപ്പേരാണെന്ന് മാത്രം. ബാനു പരിഹാസത്തോടെ ചിരിച്ചു. ഹംസ മുഷ്ടി ചുരുട്ടി കനലെരിയുന്ന കണ്ണുകളോടെ അവളെ നോക്കി. കെട്ടുകഴിഞ്ഞ് 2 മാസം തികയും മുമ്പേ മരുമകളെ കാമുകനെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റുന്നു. കുടുംബത്തിലൊരാൾ കൈയോടെ പിടിച്ചപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. എന്തൊക്കെയാണ്? അതേപോലെ തൊട്ടു പിറകെ മോള് ഇതേ പ്രവൃത്തി തന്നെ ആവർത്തിക്കുന്നു. വാഴ്ത്തപ്പെടേണ്ട വർഗങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ. ബാനു പുച്ഛത്തോടെ പറഞ്ഞതും ഹംസ അപമാനം കൊണ്ട് എരിഞ്ഞു. നിങ്ങൾ വെന്നെ ഇഷാംക്ക. ഇയാൾ നെറുകെട്ടി പ്രവൃത്തിയൊക്കെ അംഗീകരിച്ചു കൊടുത്ത് അതിന് പുറമെ ഇയാൾ ആട്ടും തുപ്പി വാങ്ങി ഇവിടെ കഴിയേണ്ട ഗതികേടൊന്നും നമുക്കില്ല ഇഷാംക്ക. നമുക്കേ എൻ്റെ വീട്ടിലേക്ക് പോകാം. അവിടെ നിന്ന് ആരും നമ്മളെ ഇറക്കി വിടില്ല. എൻ്റെ ഉപ്പ സമ്പാദിച്ച് വെച്ചതിനെല്ലാം ഏക അവകാശിയാണ് ഞാൻ. അവിടെ നമുക്ക് സ്വർഗം പോലെ കഴിയാം, ബാനു അഭിമാനത്തോടെ പറഞ്ഞു. ഇഷാം ബാപ്പിയെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു. അയാളുടെ കണ്ണിൽ ഒരു തരിമ്പ് പോലും കരുണ അവന് കണ്ടെത്താനായില്ല. ഇജിഞ്ഞ് എന്ത് നോക്കി നിൽക്കുക? പോയിക്കോടാ അച്ചിക്കൊന്താ. ഇജ് പോയി എൻ്റെ പെണ്ണും പിള്ളയുടെയും അമ്മായിമ്മേൻ്റെയും പാവാട കൈ ഉണക്ക്. അന്നെക്കൊണ്ട് അതിനെ കഴിയൂ. ബാപ്പയുടെ പരിഹാസം കലർന്ന വാക്കുകൾ ഇഷാമിനെ കുപിതനാക്കി. നിങ്ങളെ മകനെന്ന് പറഞ്ഞ് എവിടെ കഴിയുന്നതിൽ നല്ലത് അച്ചി വീട്ടിൽ കഴിയുന്നത് തന്നെയാണ്. മക്കളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കളിപ്പാവയാണ്. നിങ്ങൾ കീ കൊടുത്തെടുത്ത് മാത്രം ചലിക്കുന്ന കളിപ്പാവകൾ അല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കളിക്കുന്ന ഓരോ കളികളും സ്വന്തം മക്കളെ ജീവിതം വെച്ചാണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. ഇത്രയും കാലം എല്ലാം കണ്ടും കേട്ടും ക്ഷമിച്ചു നിന്നതേ ജനിപ്പിച്ച തന്തയാണല്ലോ എന്ന് ഓർത്ത് മാത്രമാണ്. ഇനിയും ഇവിടെ നിന്നാൽ തന്തയെ തല്ലി എന്ന പേരെനിക്ക് വരും. ഇഷാമിൻ്റെ വാക്കുകളിൽ ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യമായിരുന്നു. ഈ വീട്ടിൽ നിന്ന് മനം പൊട്ടി കരഞ്ഞ് പടിയിറങ്ങിപ്പോയൊരു പെണ്ണുണ്ട്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കാലം തെളിയിച്ചിട്ടും അവളെ നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്ന ഭർത്താവിനെ അവളെ കാണണമെന്നോ മാപ്പ് പറയണമെന്നോ തോന്നിയിട്ടില്ല. എന്നിട്ടിപ്പോൾ അങ്ങനെയുള്ളൊരുത്തിനെ വിവാഹം നടത്തി കൊടുക്കാനൊരു ബാപ്പയും. ഇഷാം സോഫയിലിരിക്കുന്ന നിസാമിനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നിസാം ഒന്നും പറയാതെ മുഖം കുനിച്ചു. റസിയുടെ കണ്ണീരിൻ്റെ ശാപം ഇവൻ്റെ ജീവിതം മാത്രമല്ല ഈ തറവാടിനെ മുടിച്ചു കളയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നിക്കാഹ് നടത്തും മുമ്പേ ബാപ്പിയും മോനെന്ന് ഓർത്തു വെച്ചേക്ക്. ഏത് നിമിഷവും നിങ്ങളെ പടുത്തുയർത്തിയ സാമ്രാജ്യം നശിപ്പിച്ച് വെണ്ണീറാക്കാൻ ആ പെണ്ണിൻ്റെ കണ്ണുനീരിന് ശക്തിയുണ്ട്. അയാളുടെ നേരെ ശിരസുയർത്തി ഉഷിരോടെ പറഞ്ഞവൻ ഉമ്മയുടെ അടുത്തേക്ക് നോക്കി. നബീസുമ്മ അവനെ നോക്കി. നിസ്സഹായതയോടൊരു നോട്ടം.
ഉമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ ഇഷാമിൻ്റെ കണ്ണിനെയും നനച്ചു. ചെറുപ്പം മുതൽ ആ ഉമ്മ അനുഭവിക്കുന്ന നോവ് അവൻ കാണുന്നതാണല്ലോ. ഉമ്മ ഉമ്മ വിഷമിക്കേണ്ട, എനിക്ക് അല്പം കൂടി സമയം വേണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാണ്ട്. അതിനുശേഷം ഇഷാം വരും എൻ്റെ ഉമ്മയെ ഈ നരകത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവാൻ. ഇടർച്ചയോടെ അതും പറഞ്ഞവൻ ഭാനുവിൻ്റെ കൈ പിടിച്ച് കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് പോയിരുന്നു. ഷെറിൻ, അതിനുശേഷം നീ നിസാമിനെ വിളിച്ച് നോക്കിയിട്ടേ ഇല്ലെന്നാണോ ഷെറിൻ? റിൻഷ ഷെറിൻ്റെ ക്ഷീണിച്ച മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെറിൻ അനുഭവിച്ച ടെൻഷൻ മുഴുവനും ആ മുഖത്ത് എടുത്തു കാട്ടുന്നുണ്ട്. തളർച്ച കൊണ്ടോ ഉറക്കമില്ലായ്മ കൊണ്ടോ കുഴിഞ്ഞുപോയ കണ്ണിന് ചുറ്റും കറുപ്പ് വട്ടമിട്ട് പടർന്നിരിക്കുന്നു. പിന്നിപ്പറന്ന തലമുടിക്ക് മുകളിൽ അലസമായൊരു തട്ടവുമിട്ട് പഴയ ഷെറിൻ്റെ നിഴൽ രൂപമാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് റിൻഷയ്ക്ക് തോന്നിപ്പോയി. പലവട്ടം വിളിച്ചു നോക്കിയതാണ് റിൻഷ ഞാൻ. നിസാം അവൻ ഫോൺ എടുത്തില്ല. ഷെറിൻ പതുക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിലെ സ്ഥിതിയും അല്പം മോശമായിരുന്നു. ഉമ്മാക്ക് നെഞ്ചുവേദന, പിന്നെ ഹോസ്പിറ്റലായിരുന്നു. എല്ലാം ഞാൻ വരുത്തി വെച്ചതാണെന്ന് ഉള്ള ഉപ്പയുടെയും കൂടെപ്പിറപ്പുകളെയും കുറ്റപ്പെടുത്തൽ ആകെ ഞാൻ വശം കിട്ടുപോയി. ഉമ്മ ഒന്ന് ഓക്കെ ആവും വരെ അവിടെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടെ തന്നെ നിന്നു. അല്ലെങ്കിൽ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടേനെ. നിസാമിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചേനെ. ഇനി വൈകിക്കൂടാ. ഇനി എത്രയും പെട്ടെന്ന് നിസാമിനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം അറിയിക്കണം. എനിക്കറിയാം അവൻ്റെ ബാപ്പയുടെ കയ്യിലായിരിക്കും ഫോൺ. അയാളൊരു ദുഷ്ടനാണ്. സ്വന്തം മകൻ്റെ രക്തമാണ് എൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നതെന്ന് പറഞ്ഞിട്ടും അതിനെ കൊന്നുകളയാൻ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പറഞ്ഞവനാണ്. അയാൾ ഭയന്നിട്ടാവും നിസാം എന്നെ വിളിക്കാത്തത്, എനിക്കുറപ്പാ. അത് പറയുമ്പോൾ ഹംസയോടെയുള്ള അമർഷത്താൽ ഷെറിൻ്റെ മുഖം ചുവപ്പാവുന്നത് റിൻഷ വ്യക്തമായി കണ്ടു. അയാളുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ അത്രമേൽ മുറിപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് റിൻഷയ്ക്ക് തോന്നി. പൊടുന്നുടനെ ചിന്തയിൽ നിന്ന് നെട്ടിയതുപോലെ ഷെറിൻ റിൻഷയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഭാവമാറ്റം കണ്ട് റിൻഷ പകച്ചുപോയി. ഭ്രാന്തി പിടിച്ചതുപോലെ അവളുടെ മിഴികൾ റിൻഷയുടെ ഉള്ളിൽ ഭയമുണ്ടാക്കി. നീ നീ എനിക്കൊരു ഹെൽപ്പ് കൂടി ചെയ്യൂ റിനു. എനിക്ക് വേണ്ടി നീ അവനോടൊന്ന് സംസാരിക്കോ? എനിക്കുറപ്പാ നിച്ചു എന്നെ മനസ്സിലാക്കും. എൻ്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ അവനൊരിക്കലും എൻ്റെ കുഞ്ഞിനെയോ എന്നെയോ തള്ളിക്കളയില്ല. എനിക്ക് ഉറപ്പുണ്ട് റിനു. ഇതറിയുമ്പോൾ അവനെന്നെ വിവാഹം കഴിക്കും, ഉറപ്പാ. നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ നിസാമിനെ കുറിച്ച് പറയുന്ന ഷെറിനെ കണ്ടപ്പോൾ റിൻഷയ്ക്ക് സഹതാപം തോന്നി. അവൾ നിസാം എന്ന പുരുഷനെ ഒട്ടും മനസ്സിലാക്കാതെയാണല്ലോ ശരീരം പോലും അവനെ മുൻപിൽ കാഴ്ചവെച്ചത് എന്ന് ഓർക്കുമ്പോൾ പ്രണയത്തിന് കണ്ണും കാതുമില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. അത്രയും അന്ധമായി അവനെ വിശ്വസിച്ചത് കൊണ്ടല്ലേ അവൾക്കിപ്പോഴും അവൻ്റെ ഉള്ളിലെ ക്രൂരത മനസ്സിലാക്കാൻ കഴിയാത്തത്. റിൻഷയുടെ മനസ്സിൽ അപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. റസിയ. തൻ്റെ കഴുത്തിൽ മഹറണഞ്ഞവൻ തന്നെ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രാണനെ പിരിയാൻ വയ്യാതെ രക്ഷപ്പെട്ട് ഓടിക്കിതച്ചുകൊണ്ട് തൻ്റെ കാൽക്കീയിലേക്ക് വന്നു വീണൊരു പാവം പെൺകുട്ടി. അന്ന് റസിയ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ചൂടിനോളം വരുമോ ഇത്? അവൾ അനുഭവിച്ച നോവിൻ്റെ പാതിയോളം വരുമോ ഷെറിൻ്റെ വേദന? ഷെറിൻ എല്ലാം സ്വയം വരുത്തി വച്ചത് തന്നെയല്ലേ. നിസാം വിവാഹിതനാണെന്നും അവൻ്റെ മഹറിന് അവകാശിയായി ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾ അവനെ പ്രണയിച്ചു. അവനെ കണ്ണടച്ച് വിശ്വസിച്ച് ഉടലും ഉയരും അവന് നൽകാൻ തയ്യാറായി. എന്ത് ധൈര്യത്തിലാണ് ഷെറിൻ അവനോടൊപ്പം കൂടെ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചതെന്ന് ഓർക്കുമ്പോൾ തന്നെ റിൻഷയ്ക്ക് തല പെരിക്കുന്നുണ്ട്. ഒരു പരിധിയിലപ്പുറം ഇത് അവളുടെയും കൂടി തെറ്റാണ്. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഈ ഒരു അവസ്ഥയിൽ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ റിൻഷയ്ക്ക് വയ്യ. നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാർ ആയിട്ടുണ്ടെങ്കിലും ഷിബിലി ഇനിയും റസിയെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് റിൻഷയ്ക്ക് നന്നായിട്ടറിയാം. റസിയ ഇനി ഒരിക്കലും നിസാമിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ നിസാം ഷെറിനെ വിവാഹം കഴിക്കുന്നത് തന്നെയല്ലേ നല്ലത്. റിനു, നീ എന്താ ആലോചിക്കുന്നത്? നീ എന്നെ ഹെൽപ്പ് ചെയ്യൂലടി. എനിക്ക് സഹായം ചോദിക്കാൻ പോലും ഇപ്പോൾ മറ്റാരും ഇല്ല, നീയല്ലാതെ. ഷെറിൻ പ്രതീക്ഷയോടെ റിൻഷയെ നോക്കി ചോദിച്ചതും അവളുടെ നിസ്സഹായത തിരിച്ചറിഞ്ഞ് റിൻഷയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. റിൻഷ അവളെ അലിവോടെ നോക്കി. എന്നാൽ അവരെ കേട്ട് നിൽക്കുമ്പോൾ സ്നേഹയ്ക്ക് ഷെറിനോട് രണ്ട് പറയാൻ നാവ് ധരിച്ചു. 1000 പ്രാവശ്യം അവളെ വിലക്കിയിട്ടും റിൻഷയുടെ വാക്കിന് ഒരു വിലയും കൊടുക്കാതെ കാമുകൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്ന് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പോൾ മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. ശവം. കഷ്ടം തന്നെ. സ്നേഹ മനസ്സിലാണ് പറഞ്ഞതെങ്കിലും അവളുടെ മുഖത്തെ ഇഷ്ടക്കേട് മനസ്സിലാക്കിയ റിൻഷ അവളോട് ഒന്നും പറയണ്ടെന്ന് തല അനക്കി കാണിച്ചിരുന്നു. ഇനിയും ഇവിടെ നിന്ന്
ഷെറിൻ്റെ നാടകം കണ്ടാൽ ഭ്രാന്തി പിടിച്ച് താൻ എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് തോന്നിയതും സ്നേഹ ആരോടുള്ള അരിശം തീർക്കും പോലെ ചവിട്ടിത്തുള്ളി അവളുടെ റൂമിലേക്ക് പോയി. സോറി റിനു, നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട. വെറുതെ നീയും എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് നാറണ്ട. ഞാൻ പോയി അവനോട് കണ്ടോളാം, അവനോട് സംസാരിച്ചോളാം. റിൻഷ തന്നെ സഹായിക്കില്ലെന്ന തോന്നലിൽ ഷെറിൻ നോവ് തിങ്ങിയ ചിരിയോടെ പറഞ്ഞു. ഞാൻ വിളിച്ചോളാം നിസാമിനെ, ഞാൻ സംസാരിച്ചോളാം അവനെ. പക്ഷേ അവനെ വിളിക്കും മുമ്പ് എനിക്ക് മറ്റൊരാളെ വിളിക്കാനുണ്ട്. റിൻഷ ഷെറിനെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. ആരെ? ഷെറിൻ്റെ നെറ്റി തുളഞ്ഞു. അത് നീ അറിയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് റിൻഷ അവളുടെ റൂമിലേക്ക് പോയിട്ടും ഷെറിൻ ചിന്തയോടെ അവിടെ തന്നെ നിന്നു. ആരെയാവും റിനു വിളിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ നിസാമിൻ്റെ വീട്ടുകാരെ ആയിരിക്കോ? ആരെയെങ്കിലും വിളിക്കട്ടെ. എന്തായാലും അവൾ തനിക്ക് വേണ്ടി നിസാമിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ. കുറച്ചെങ്കിലും ജീവവായു കിട്ടിയതുപോലെ റിൻഷയുടെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്തി ഷെറിൻ. റിൻഷ വിളിക്കുമ്പോൾ ഷിബിലി ഡ്രൈവ് ചെയ്യുകയായിരുന്നു. രാത്രി വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അവൻ ബൈക്ക് റോഡിനോട് നിർത്തി ഫോൺ എടുത്തു. പറയൂ റിൻഷ, എന്താ? റസിയുടെ സുഖവിവരം തിരക്കിയതിനു ശേഷം ഷെറിൻ പ്രഗ്നൻ്റ് ആണെന്നും അവൾ തിരിച്ചു വന്നിട്ടുണ്ടെന്നും നിസാമിൻ്റെ കൂടെ ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും എല്ലാം ഷിബിലിയോട് പറഞ്ഞു റിൻഷ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഷിബിലി ഒന്ന് ചിരിച്ചു. ഒരാളുടെ ദുഃഖം കണ്ടേ ചിരിക്കാൻ പാടില്ലെന്നാണ്. എങ്കിലും തൻ്റെ കൂട്ടുകാരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് റിൻഷ. നിസാമിൻ്റെ ഭാര്യയുടെ ഗർഭം ഇല്ലാതാക്കാൻ കൂട്ടുനിന്ന കാമുകിയല്ലേ അവൾ. ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുമ്പോഴേ അവൾ ഓർത്ത് കാണും റസിയും കുഞ്ഞും ഇല്ലാതായാൽ പിന്നെ അവരുടെ നാളുകളായിരിക്കുമെന്ന്. അതും പറഞ്ഞുകൊണ്ട് ഷിബിലി ഒന്ന് നിശ്വസിച്ചു. സ്വന്തം കുഞ്ഞിനോട് പോലും കരുണ തോന്നാത്തവൻ്റെ ഉള്ളിലെ കറുപ്പ് തിരിച്ചറിയാതെ അവൻ ചെയ്യുന്ന ക്രൂരതക്കെല്ലാം കൂട്ടുനിന്നവളല്ലേ അവൾ. ഒടുവിൽ കാര്യം കഴിഞ്ഞപ്പോൾ അവൾക്കും കറിവേപ്പിലൻ്റെ സ്ഥാനമായി. ഇപ്പോൾ മനസ്സിലായില്ലേ? കാലം എന്തിനോടാണ് കണക്ക് പറയാത്തത്? ഇന്ന് അവളെയും ഇതേ ഗതിയിൽ എത്തിച്ചില്ലേ പടച്ചോനെ. എൻ്റെ പെണ്ണൊഴുക്കിയ കണ്ണുനീരിന് പടച്ചോൻ വിധിച്ച ശിക്ഷയാവും ഷെറിൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഷിബിലി ഉള്ളിൽ തോന്നിയത് പറഞ്ഞു പോയി. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം സത്യങ്ങൾ അവൾക്കും അറിയാവുന്നതല്ലേ. ഏതായാലും തൻ്റെ കൂട്ടുകാരി അവന് വേണ്ടി തിരിച്ചു വന്നതല്ലേ. താൻ നിസാമിനെ വിളിച്ചൊന്ന് സംസാരിക്കേ. അവനിനി പൊന്നൂനാലിൽ എത്തി ആട്ടിക്കോളാം എന്ന് പറഞ്ഞാലും റസിയന് ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങില്ല. ഓൾ എൻ്റെ പെണ്ണ, എൻ്റെ റൂഹിൻ്റെ പാതി. എങ്കിൽ പിന്നെ നിസാമിനെ വിളിച്ച് സംസാരിക്കാമല്ലോ അല്ലേ? മനസ്സുറക്കാത്തതുപോലെ റിൻഷ വീണ്ടും ചോദിച്ചു. താൻ വിളിച്ച് സംസാരിക്കടോ. അവൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് നടന്നാലും അതൊരിക്കലും എൻ്റെ പെണ്ണിനെ ബാധിക്കാൻ പോകുന്നില്ല. അവനിലേക്കൊരു തിരിഞ്ഞു നോട്ടം അവളും ആഗ്രഹിക്കുന്നില്ല റിൻഷ. അതുകൊണ്ട് റസിയെ ഓർത്ത് തനിക്കൊരു നിരാശയും വേണ്ട കേട്ടോ. ഷിബിലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തൻ്റെ ഫ്രണ്ട് നിസാമിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ റസിയെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നത്. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയതല്ലേ. ഇനി അവരെ തന്നെ ഒന്നിക്കട്ടെ. അവൻ സാവധാനമാണെന്ന് പറയുന്നതെങ്കിലും ആ ഉള്ളിൽ ഇതുവരെ മാഞ്ഞിട്ടില്ലാത്ത വിദ്വേഷത്തിൻ്റെ കറയുണ്ടെന്ന് റിൻഷയ്ക്ക് തോന്നി. റസിയുടെ കുഞ്ഞിന് ബാപ്പയെ ഞാനുണ്ട്. അതുപോലെയാണോ തൻ്റെ കൂട്ടുകാരിയുടെ കുഞ്ഞ്? ഒരു ഉപ്പയില്ലാത്തവനായി ഈ ഭൂമിയിൽ വളരാൻ മാത്രം ആ പാവം കുഞ്ഞ് എന്തു പിഴച്ചു? മാതാപിതാക്കൾ ചെയ്തു കൂട്ടിയ തെറ്റിന് ആ കുഞ്ഞ് എന്തിന് ശിക്ഷ അനുഭവിക്കണം? നിസാം അവളെ സ്വീകരിക്കുന്നത് കൊണ്ട് ആ കുഞ്ഞിന് അവൻ്റെ പിതാവിനെയെങ്കിലും തിരിച്ചു കിട്ടട്ടെ. അവനെങ്കിലും സന്തോഷിക്കട്ടെ. സംസാരം അവസാനിച്ച് ഷിബിലി ഫോൺ വെച്ചിട്ടും റിൻഷ ആലോചനയോടെ ബെഡിൽ തന്നെ ഇരുന്നു. പിന്നെ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. നിസാമിൻ്റെ നമ്പറിലേക്ക് വിളിച്ചതും അവൻ കോൾ എടുത്തിരുന്നു. ഹലോ റിനു. പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടതും ആദ്യം എന്ത് പറഞ്ഞു തുടങ്ങുമെന്നൊരു പരിഭ്രാന്തിയായി റിൻഷയ്ക്ക്. നിസാം, താനിപ്പോൾ ഓക്കെ അല്ലേ? ശബ്ദത്തിൽ സ്വാഭാവികത വരുത്തിയവൾ വിശേഷം ചോദിച്ചു. ഓക്കെ ആയി വരുന്നു. ഇത് ചോദിക്കാനാണോ താൻ ഈ രാത്രിയിൽ വിളിച്ചത്? ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒരു കാരണവുമില്ലാതെ റിൻഷ അവനെ ഇതുവരെ വിളിച്ചിട്ടില്ല. അവനോടതല്ല, ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പം ഷെറിനോടല്ലാതെ റിൻഷ ആരോടും കാണിച്ചിട്ടില്ല. ഈ രാത്രിയിൽ അവൾ തന്നെ വിളിച്ചതിന് തക്കതായ കാര്യകാരണങ്ങൾ ഉണ്ടാവുമെന്ന് അവനും മോഹിച്ചു. അതല്ല, ഞാൻ ഷെറിനെക്കുറിച്ച്. ഏത് ഷെറിൻ? ഷെറിനോ? ഷെറിൻ്റെ പേര് കേട്ടതും എടുത്തു ചാടി ഒരു ചോദ്യമായിരുന്നു നിസാം. അവളുടെ പേര് പോലും അവനിൽ അസ്വസ്ഥത നിറക്കുന്നുണ്ടെന്ന് വ്യക്തം. അവൻ്റെ ചോദ്യം കേട്ട് റിൻഷക്കങ്ങ് വിറഞ്ഞു കയറി. ഏത് ഷെറിനെന്നോ? മോൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? അവളെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ നീ? അല്ല, അന്ന് ആക്സിഡൻറ്റ് നടന്നപ്പോൾ തൻ്റെ തലക്ക് വല്ലതും പറ്റിയത് കൊണ്ടാണോ ഈ മറവി? ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൻ പറയുന്നത് കേട്ട് റിൻഷയുടെ വാക്കുകളിൽ പരിഹാസം കലർന്നു.
ദേ റിൻഷ, തൻ്റെ താൻ തൻ്റെ ഫ്രണ്ട് ഷെറിനെ കുറിച്ച് സംസാരിക്കാൻ വരുന്നതാണെങ്കിലേ എനിക്കൊന്നും കേൾക്കണ്ട. അവളെ വഴിക്ക് വിട്ടതാണ്. ഇനി എൻ്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറുമെന്ന് വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവളോട്. ഷെറിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാതെ പറഞ്ഞു നിസാം. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ചെറുതല്ലാത്തൊരു ഭയം ഒളിഞ്ഞു കിടന്നിരുന്നു. അവൻ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയം ഷെറിൻ വിളിച്ച് ബാപ്പയോട് സംസാരിച്ച കാര്യമൊക്കെ വള്ളിപ്പള്ളി തെറ്റാതെ ഹംസ അവനോട് പറഞ്ഞിരുന്നല്ലോ. എടോ, അപ്പോൾ താൻ അവളെ പ്രണയിച്ചിട്ടില്ലേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ? പെട്ടെന്ന് അവളെ ഇങ്ങനെ ഒഴിവാക്കാൻ മാത്രം എന്താ നിങ്ങൾക്കിടയിൽ ഉണ്ടായത്? റിൻഷയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. പ്രണയമോ? ആർക്ക്? ആരോട്? അവൻ്റെ ചോദ്യത്തിൽ തന്നെയുണ്ടായിരുന്നു കുന്നോളം പുച്ഛം. അങ്ങനെയാണെങ്കിലേ എനിക്ക് നമ്മുടെ ഓഫീസിലുള്ള പല പെൺകുട്ടികളോടും പ്രണയമായിരുന്നെന്ന് താൻ പറഞ്ഞു നടക്കല്ലോ. ഓഹോ, അങ്ങനെയോ? താൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിസാം ചിരിയോടെ പറഞ്ഞത് കേട്ട് റിൻഷ അമ്പരപ്പോടെ ചോദിച്ചു. മനസ്സിലാക്കാൻ മാത്രമൊന്നും ഇല്ല റിൻഷ. ഞാൻ ഒരുപാട് പെൺകുട്ടികളോട് അടുത്ത് സംസാരിക്കാറുണ്ട്. അതൊക്കെ പ്രണയമെന്ന് പേര് ചൊല്ലി വിളിക്കാമോ റിൻഷേ? നിസാം ഒരു ചെകുത്താനെ പോലെ പൊട്ടിച്ചിരിച്ചു. അവനെ കേട്ടു നിൽക്കുന്ന റിൻഷയ്ക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. അവൻ ആ നിമിഷം അവളുടെ മുൻപിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും റിൻഷ അവൻ്റെ മുഖത്ത് കൈനീട്ടി അടിച്ചേനെ. അത്രയും വെറുപ്പ് തോന്നുന്നുണ്ട് അവൾക്ക്. താനൊരു മനുഷ്യനാണോടോ, അതോ മനുഷ്യനെ മുഖം വെച്ച് നടക്കുന്ന ചെകുത്താനോ? സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട പോലെ റിൻഷ പൊട്ടിത്തെറിച്ചു. അവളുടെ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ അവൻ പതഞ്ഞു ചിരിക്കുന്ന ശബ്ദം അവളുടെ കാതുകളിലേക്കെത്തി. ഹോ, ഇഷ്ടമല്ലെങ്കിൽ, അവളോട് പ്രണയം തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ അവളെ? ഛേ! ബാക്കി പറയാൻ അറച്ചുകൊണ്ട് റിൻഷ മുഖം വെട്ടിച്ചു. താൻ എന്താണ് കരുതിയത്? പെൺകുട്ടികളുടെ ജീവിതം തനിക്ക് തട്ടിക്കളിക്കാനുള്ളതാണെന്നോ? ഷെറിൻ നിന്നെ വിശ്വസിച്ച് അവളുടെ ശരീരം വരെ നിനക്ക് തന്നില്ലേ? എന്നിട്ടിപ്പോൾ തനിക്ക് അവളോട് ഒന്നുമില്ലെന്നോ? താൻ ഇത്രയും ക്രൂരനാവതേ നിസാം, റിൻഷ ദേഷ്യത്തോടെ പറഞ്ഞു. ഹോ, ഞാനെന്ത് ക്രൂരത ചെയ്തെന്ന് താൻ പറയുന്നതോടോ? അവളെൻ്റെ കൂടെ കിടന്നു തന്നിട്ടുണ്ടെങ്കിലേ അതിനുള്ള പ്രതിഫലവും പല ആവശ്യങ്ങൾ പറഞ്ഞ് അവളെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രസ്സ്, മേക്കപ്പ് എന്നെല്ലാം പറഞ്ഞ് രൂപ കുറച്ചൊന്നല്ല അവളെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. തിന്നു മുടിപ്പിച്ചത് വേറെയുണ്ട്. വേണമെങ്കിൽ ഞാൻ കണക്ക് തിരുത്താം. നിസാമിൻ്റെ വാക്കുകൾ കേട്ട് ബാൽക്കണിയിലേക്ക് വന്ന ഷെറിൻ അവിടെ തന്നെ നിന്നുപോയി. ഒരു നിമിഷത്തേക്കെങ്കിലും അവളുടെ കാതുകൾ കൊട്ടിയടച്ചുപോയി. അപ്പോഴും കുഞ്ഞൊരു പ്രതീക്ഷയോടെ അവൾ വയറിൽ കൈ ചേർത്ത് വെച്ചു. കുഞ്ഞുണ്ടെന്ന കാര്യം അറിയുമ്പോൾ അവൻ ഈ പറഞ്ഞതെല്ലാം മാറ്റി പറയുന്നവൾ വെറുതെ നിലച്ചു. പിന്നെ ഞാൻ ഒറ്റക്കല്ലല്ലോ സുഖിച്ചത്. എൻ്റെ ചൂടും ചൂരും ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അവൾ വീണ്ടും വീണ്ടും എന്നെ കൂടെ വിളിച്ചത്. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ വഷളം ചിരി റിൻഷ മനസ്സിൽ കണ്ടു. അരിശത്തോടെ അവൾ മുഷ്ടി ചുരുട്ടി. നിൻ്റേതെന്ന് കരുതി സ്നേഹിച്ചവൻ്റെ വാക്കുകൾ തീർക്കുന്ന അപമാനഭാരത്താൽ ഷെറിൻ്റെ മുഖം മണ്ണോളം കുനിഞ്ഞുപോയി. ഷെറിൻ മാത്രമല്ല കേട്ടോ, നിസാമിൻ്റെ കൂടെ പല പെണ്ണുങ്ങളും കിടന്നിട്ടുണ്ട്. അവരെയൊക്കെ നിസാം പൈസ കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട്. അവരാരും പിന്നെ എൻ്റെ പുറകെ പ്രണയവും മണ്ണാങ്കട്ടവുമായി വന്നിട്ടില്ല. പിന്നെ ഈ നായിൻ്റെ മോൾക്ക് മാത്രം എന്താണ് ഇത്ര ചുരുക്ക്? അവൾ സൗന്ദര്യം കണ്ട് നിസാം മയങ്ങി വീണതാണെന്ന് കരുതി അവളുടെ തെറ്റ്. അതിനേക്കാൾ ഇരട്ടി സൗന്ദര്യമുള്ള സ്ത്രീകളെ അനുഭവിച്ച നിസാമിനൊക്കെ ഇതെന്ത്? പിന്നെ അവളുടെ സ്വഭാവമയെക്കുറിച്ച് തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കൂടെ കിടക്കാൻ തയ്യാറാവളല്ലേ? ഒരു വേശ്യയേക്കാൾ വിലയൊന്നും നിസാം കൊടുത്തിട്ടില്ല അവൾക്ക്. കുറച്ച് പൈസയും സൗന്ദര്യമുള്ള ആണുങ്ങളെ കണ്ടാൽ ഇവളെപ്പോലുള്ളവർ വാലാട്ടി പുറകെ വരും. ഇത് അവരുടെ ഒരു സൂക്കേടാണ്, പുച്ഛത്തോടെ പറഞ്ഞു നിസാം. അവൻ്റെ വാക്കുകൾ ഓരോന്നും റിൻഷയുടെ പുറകിലായി നിൽക്കുന്ന ഷെറിൻ്റെ നെഞ്ച് തുളച്ചുകൊണ്ട് അകത്തേക്ക് കയറി. വലിയൊരു കരച്ചിൽ തൊണ്ടയിൽ വന്ന് ഉടക്കി നിന്നിട്ടും ഷെറിൻ കരഞ്ഞില്ല. ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാൻ പോലും കഴിയാത്തൊരു മരവിച്ച പ്രതിമ പോലെ ആയിരുന്നു അവൾ. ഷെറിൻ തൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്ന കാര്യം റിൻഷ അറിഞ്ഞതുമില്ല. എടോ, താൻ വേശ്യയെ പോലെയാണോ ഷെറിനെ കണ്ടത്? എന്നിട്ടാണോ നീ അവൾക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചത്? അവളുടെ വയറ്റിൽ വളരുന്ന നിന്റെ കുഞ്ഞിനെ ഇനി എന്ത് ചെയ്യണം? അതും കൂടി പറയടോ താൻ, റിൻഷ ആക്രോശിച്ചു. അവൻ്റെ മറുപടി കേൾക്കാൻ വേണ്ടി ഒരിത്തി പ്രതീക്ഷയോടെ ഷെറിൻ കാത് കൂർപ്പിച്ചു പിടിച്ചു. ഓ അതോ, അതിനെ അങ്ങ് കലക്കി കളയാൻ പറയാ നിന്റെ കൂട്ടുകാരിയോട്. നിസാമിൻ്റെ ശബ്ദം വലിയൊരു ഇടിമുഴക്കം പോലെയാണ് ഷെറിൻ്റെ കാതിൽ വന്ന് പതിച്ചത്. അയാളുടെ ശബ്ദത്തിലെ മൂർച്ച തിരിച്ചറിഞ്ഞതും ഷെറിൻ ഒന്നാകി ഉലഞ്ഞുപോയി. എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയാനല്ലേ അവൻ പറഞ്ഞത്? ദുഷ്ടൻ, പരമദുഷ്ടൻ. ഈ നീചനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. ഇവനെയാണല്ലോ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത്. ഇവന് വേണ്ടിയാണല്ലോ ഞാൻ എന്നെ തന്നെ. ഛേ,
ഓർക്കും തോറും ഷെറിൻ്റെ ചങ്കു പടഞ്ഞു. ഇടോ, നീ എന്ത് ചെറ്റത്തരമാണോടോ വിളിച്ചു കൂന്നത്? എത്ര നിസ്സാരമായിട്ടാണ് നീ നിന്റെ രക്തത്തിൽ കൊരുത്ത കുഞ്ഞിനെ കൊന്നുകളയാൻ പറയുന്നത്? ഹേ, നീ സ്നേഹം നടിച്ച് ഷെറിനെ ചതിക്കുകയായിരുന്നില്ലേ? റിൻഷ അലറി. റിലാക്സ് റിൻഷ, താനിങ്ങനെ ഒച്ചയെടുത്ത് തൊണ്ട പൊട്ടിക്കാതെ. ആ കുഞ്ഞ് എൻ്റേതാണെന്നുള്ള എന്താണ് ഇത്ര ഉറപ്പ്? തൻ്റെ കൂട്ടുകാരിക്ക് കുറച്ച് ഇളക്കം കൂടുതലാണെന്ന് അറിയാലോ. അവൾ ആരുടെയൊക്കെ കൂടെ കിടന്നുണ്ടാക്കിയതാണെന്ന് അതിനെയെന്ന് ആർക്കറിയാം? എന്തായാലും ആ വെളുപ്പിനെ ചുമക്കാനേ നിസാമിനി വേറെ ജനിക്കേണ്ടി വരും. നിസാം പുച്ഛത്തോടെ പറയുന്ന ഓരോ വാക്കുകളും ഈ ലോകത്തിലെ ഏറ്റവും വലിയ തകർച്ചയോടെയാണ് ഷെറിൻ കേട്ടുനിന്നത്. ഒരിക്കൽ കേട്ടുമറന്ന വാക്കുകളുടെ അതേ ആവർത്തനം. അന്നത് റസിയയുടെ വയറ്റിലാണെങ്കിൽ ഇത് തൻ്റെ സ്വന്തം വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ്. അത് ഓർത്തതും ഷെറിൻ്റെ ഹൃദയം മുറിഞ്ഞ് ചോര ഒഴുകി. അത്രമേൽ നോവോടെ അവൾ തൻ്റെ വലം കൈയെടുത്ത് വയറിന് മുകളിൽ മൃദുവായൊന്ന് തൊട്ടു. ഒപ്പം കലങ്ങി ചുവന്ന കണ്ണുകളിൽ നിന്നൊരു കണ്ണുനീർ തുള്ളി അവളുടെ കവിളിലൂടെ ഊർന്നിറങ്ങി. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. തൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്, 4 ദിവസം കൂടി കഴിഞ്ഞാൽ നിസാമിൻ്റെ നിക്കാഹാണ്. വധു ദിൽഫ, കാരിപ്പമണ്ണയിലെ കോടീശ്വരനായ അക്ബർ ഹാജിയുടെ ഒരേ ഒരു മകൾ. എന്തുകൊണ്ട് നിസാമിനത് ലാഭക്കച്ചവടമാണ്. പെണ്ണ് കാണാനും കൊള്ളാം. ഈ ജന്മം മുഴുവനും ദേഹം അനങ്ങാതെ ഇരുന്നുണ്ടാന്നുള്ള വകയും അവളെ ബാപ്പാൻ്റെ കയ്യിലുണ്ട്. അയാളുടെ സ്വത്തുവകകൾക്കല്ല ഏക അവകാശിയായി മകളെ വിവാഹം കഴിക്കുന്നതിലൂടെ ഈ നിസാമും ഒരു അരക്കോടീശ്വരനൊക്കെ ആവും. പിന്നെ ഈ പറഞ്ഞതൊന്നും എല്ലാത്തൊരു നഷ്ട കച്ചവടത്തിന് നിൽക്കാനേ ഈ നിസാമിനെ കിട്ടില്ലെന്ന് പറഞ്ഞേക്ക് ആ ഷെറിനോട്. ഇനി ഇതിനിടയ്ക്ക് കയറി വന്ന് വല്ല കുത്തിത്തിരിപ്പും കാണിച്ച് എൻ്റെ നിക്കാഹ് മുടക്കി കളയാനാണെന്ന് അവളുടെ ഭാവെങ്കിലേ അവളെയും കുഞ്ഞിനെയും ഒരു ഈച്ച പോലും അറിയാതെ തീർത്ത് കളയാൻ നിസാമിന് മടിയൊന്നുമില്ലെന്ന് പറഞ്ഞേക്ക് ആ അയിഞ്ഞാട്ടക്കാരിയോട്. അവൻ്റെ സ്വരത്തിൽ മുഴച്ചു നിന്നത് ഭീഷണിയുടെ ധ്വനിയായിരുന്നു. ഷെറിൻ അത് കേട്ട് കൂടുതൽ തടഞ്ഞു. അയിഞ്ഞാട്ടക്കാരി എന്ന് അവനെ മാത്രമല്ലേ ഷെറിൻ സ്നേഹിച്ചത്? പെട്ടെന്നൊരു ദിവസം നിസാമിൻ്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ തനിക്ക് എന്തുമാത്രം വേദനിച്ചു. ഒടുവിൽ അവൻ്റെ ഭാര്യയെ ഇഷ്ടമല്ലെന്നും അവൾ നല്ലതല്ലെന്നും പറഞ്ഞ് അവൻ തന്നിലേക്ക് തന്നെ മടങ്ങി വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചില്ലേ? പിന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ അന്ധമായി ആർത്തിയോടെ അവനെ പ്രണയിച്ചിട്ടും കേട്ടാൽ അറക്കുന്ന വാക്കുകൾ തൊടുത്ത് വിട്ട് അവൻ എൻ്റെ വിശ്വാസങ്ങളെ മുഴുവനും തകർത്ത് കളഞ്ഞില്ലേ? ചതി, കൊടും ചതി തന്നെയാണ് അവൻ തന്നോട് ചെയ്തത്. അവനെപ്പോലൊരു ക്രൂരനെ വിശ്വസിച്ച് തൻ്റെ മനസ്സിനോട് പോലും അവൾക്ക് ദേഷ്യവും വെറുപ്പവും തോന്നി. പിന്നെ നിസാമേ, നീ ചെയ്ത് കൂട്ടുന്നതൊക്കെയും തെറ്റാണെന്ന് നീ തിരിച്ചറിയുന്നൊരു ദിവസം വരാനിരിക്കുന്നുണ്ട്. അന്ന് പക്ഷേ നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞ് പശ്ചാത്തപിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. നീ തച്ചുടച്ച പെൺകുട്ടികളുടെ ജീവിതങ്ങൾ, നീ തള്ളിപ്പറഞ്ഞ കുരുന്നു ജീവനുകൾ എല്ലാം നിന്റെ തലക്ക് മുകളിൽ ഒരു ശാപമായി നിലനിൽക്കെ എല്ലാത്തിനും കാലം നിന്നോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. നീ നോക്കിക്കോ. റിൻഷ അത്രയും വെറുപ്പോടെയാണ് പറഞ്ഞത്. അടക്കാൻ കഴിയാത്ത ദേഷ്യം കൊണ്ടുള്ള ശബ്ദം പോലും വിറകൊണ്ടു. ഹോ, ആയിക്കോട്ടെ, പഠിച്ചം തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഈ അടിയൻ തയ്യാറാണ്. മേഡത്തിന് ഇനിയൊന്നും പറയാനില്ലെങ്കിലേ ഫോൺ വെച്ചോട്ടെ ഞാൻ. പുച്ഛത്തോടെ പറയുന്നവനെ കേട്ട് ഇനിയൊന്നും അവനോട് സംസാരിക്കാൻ വയ്യുന്ന തോന്നലിൽ കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കിയ റിൻഷ കാണുന്നത് തൻ്റെ പിറകിൽ കരയുന്ന കണ്ണുകളുമായി നിൽക്കുന്ന ഷെറിനെയാണ്. അവൻ പറഞ്ഞതെല്ലാം അവൾ വ്യക്തമായി കേട്ടിട്ടുണ്ടെന്നും ആ മുഖം കണ്ടാൽ അറിയാം. റിൻഷ സഹതാപത്തോടെ അവളെ നോക്കി. ഷെറിൻ്റെ മുഖം കുനിഞ്ഞു. തെറ്റ് അവളുടെ ഭാഗത്തുമുണ്ടെന്നറിയാം. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ നെഞ്ച് പൊടിഞ്ഞുള്ളൊരു നിൽപ്പ് കണ്ട റിൻഷയ്ക്ക് സഹിക്കുവോ? ഷെറിൻ! ഒരു അനക്കവുമില്ലാതെ നിൽക്കുന്നവളുടെ ചുമലിൽ കൈവച്ച് അലിവോടെ വിളിച്ചു റിൻഷ. ഷെറിൻ ഒരു പൊട്ടിക്കരച്ചിലൂടെ റിൻഷയുടെ നെഞ്ചിലേക്ക് വീണു. എല്ലാം എൻ്റെ തെറ്റാണ് റിനു. അവൻ ശരിയല്ലെന്ന് നീ എന്നോട് 1000 വട്ടം പറഞ്ഞതല്ലേ? എന്നിട്ട് നിന്നെ കേൾക്കാതെ അവനെ വിശ്വസിച്ച ഞാൻ തന്നെയാണ് മണ്ടി. ഇതെനിക്ക് പഠിച്ചോൻ തരുന്ന ശിക്ഷയാണ്. ഇന്നലെ കണ്ട ഒരുവിന് വേണ്ടി 10-20 വർഷം വളർത്തി എന്നെ ഞാനാക്കിയ എൻ്റെ ഉമ്മയെയും ബാപ്പയെയും മറന്നതിന്, പിന്നെ എന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ കൂട്ടുനിന്നതിന്. റിൻഷയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചവൾ ആർത്താർത്ത് കരഞ്ഞു. അവളെ ചേർത്ത് പിടിക്കുമ്പോൾ റിൻഷയുടെ നെഞ്ച് വിങ്ങിപ്പിടഞ്ഞു പോയി. വേണ്ട മോളെ, അവനെ നീ മറന്നേക്ക്. ആ നാരയുടെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് നീ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് ജീവിക്കുന്നതാണ്. അത് പറയുമ്പോൾ റിൻഷയുടെ ശബ്ദം കരച്ചിൽ പോലെ നേർത്തു. അവൾ ഷെറിൻ്റെ മുടികളിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു. പൊടുന്നുടനെ ഷെറിൻ്റെ ഏങ്ങൽ നിലച്ചു. കരഞ്ഞു ചുവന്ന മുഖവുമായവൾ തല ഉയർത്തി റിൻഷയെ നോക്കി. ആ മുഖത്തെ ഭാവം കണ്ട് റിൻഷയുടെ നെഞ്ചു പകച്ചു. എനിക്കവനെ വേണം റിനു, എനിക്കവനെ വേണം.
ഒരു ഭ്രാന്തിയെപ്പോലെ പുലമ്പുമ്പോൾ റിൻഷ അമ്പരപ്പോടെ അവളെ നോക്കി. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.